ഭാഗം 21. 2 ദിവസം കൂടി മഴ പെയ്തു. പിന്നെ ഭൂമിയുടെ ആകാശവാതായനങ്ങൾ തണുപ്പിനു വേണ്ടി തുറന്നുകൊടുത്തു. രാത്രിയിലെ കടുത്ത തണുപ്പിന് ചേരും വിധം അതികാലത്ത് മൂടൽമഞ്ഞ് ശക്തമായിരിക്കും. നേരം വെളുത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ ചുറ്റും തണുപ്പിൻ്റെ ഒരു വെള്ളപ്പാട് മാത്രം. ആ പാടയ്ക്കുള്ളിൽ മസ്രയും ആടുകളും അർബാബും കൂടാരവും എല്ലാം അപ്രത്യക്ഷമാകും. മഞ്ഞുമാറി കാഴ്ച തെളിയണമെങ്കിൽ കാലത്ത് ഒരു 9 മണിയെങ്കിലും ആകണം. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ പതിവുകളെല്ലാം അല്പം വൈകിയാണ്. ചൂടുകാലത്ത് പകലിന് എന്തൊരു നീളമാണെന്നോ. അതികാലത്ത് ഒരു 3 മണിക്ക് സൂര്യനുദിക്കും. രാത്രി 8 ആവാതെ തീരെ വെട്ടം മങ്ങില്ല. എന്നാൽ തണുപ്പത്ത് 9 ആയാലും തെളിയാത്ത സൂര്യൻ ഉച്ചയാഹാരം കഴിയുമ്പോഴേക്കും മങ്ങിത്തുടങ്ങും. 4-നെങ്കിലും പൂർണ്ണമായും ഇരുട്ട് വീണ് കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് പണി ചെയ്യാൻ കിട്ടുന്ന സമയം വളരെ കുറവാണ്. ചൂടുകാലത്ത് ഒരു 10-15 മണിക്കൂറുകൾ കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി തണുപ്പത്ത് 6-7 മണിക്കൂറുകൾ കൊണ്ട് തീർക്കണം. തണുപ്പ് കാരണം ഒന്നും തൊടാൻ പറ്റാത്ത അവസ്ഥയും. നട്ടുച്ചയ്ക്ക് പോലും നട്ടെല്ല് ചുളുങ്ങുന്ന തണുപ്പാണ്. വെള്ളത്തിൽ കൈ തൊടാനേ പറ്റില്ല. തണുപ്പെന്ന് പറഞ്ഞാൽ എന്തൊരു തണുപ്പാണപ്പാ. ഇത്തിരി നേരം വെള്ളത്തിലെങ്ങാനും കൈ മുങ്ങിയിരിക്കേണ്ടി വന്നാൽ ആ കൈയിൻ്റെ പണി തീർന്നത് തന്നെ. തണുത്ത വെള്ളം വീണും നമ്മുടെ ദേഹം പൊള്ളുമെന്ന് എനിക്ക് മനസ്സിലായത് അക്കാലത്താണ്. ഒരു ദിവസം ഇത്തിരിയേറെ നേരം തണുത്ത വെള്ളത്തിൽ മുങ്ങിയിരുന്ന എൻ്റെ ഇടത് കൈപ്പത്തി മുഴുവൻ പൊള്ളിയടർന്നു. ശരിക്കും ചൂടുവെള്ളം വീണ് പൊള്ളിയതുപോലെ. ധ്രുവപ്രദേശത്തൊക്കെ തണുപ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ മരുഭൂമിയിൽ എവിടെ നിന്നാണ് ഇത്ര തണുപ്പ് വരുന്നതെന്ന് ഇനിയും എനിക്കറിയില്ല. അതിനെ ചുരുക്കാൻ എൻ്റെ കൈവശം പ്രത്യേക വസ്ത്രങ്ങൾ ഒന്നുമില്ല. ആദ്യ ദിവസം അർബാബ് തന്ന ഒരിക്കൽ പോലും എൻ്റെ ദേഹത്തു നിന്നും മാറ്റിയിട്ടില്ലാത്ത, ഒരിക്കൽ പോലും കഴുകിയിട്ടില്ലാത്ത ആ പഴയ അബായ എന്ന നീളൻ ഉടുപ്പ് മാത്രമേ എനിക്കപ്പോഴും ഉള്ളൂ. മറ്റൊന്നുള്ളത് ഒരു കമ്പിളിപ്പുതപ്പാണ്. ഭീകരരൂപി പോയപ്പോൾ ഉപേക്ഷിച്ചു പോയ ഒന്ന്. തണുപ്പിൻ്റെ ആദ്യ ദിനങ്ങളിൽ ഞാൻ അതും പുതച്ച് നടക്കുമായിരുന്നു. പക്ഷേ അസൗകര്യമാണ്. അതും ചുറ്റി ആടുകൾക്ക് പുറകെ ഓടാനും മസ്രയിൽ കയറി കച്ചിയും പോച്ചയും ഇടാനുമൊക്കെ എത്ര സാധിക്കും? ഞാനത് ഉപേക്ഷിച്ചു. തണുപ്പിൽ ഒറ്റ വസ്ത്രത്തിൽ നടക്കുക എൻ്റെ ശീലമായി. ഈ തണുപ്പിൻ്റെ മൂർധന്യ അവസ്ഥയിലും ചൂടുള്ള ഒരു വസ്തു എൻ്റെ അരികിലുണ്ടായിരുന്നു. അല്പം വൈകിയാണ് ഞാനത് കണ്ടെത്തിയത്. ചെമ്മരിയാടുകൾ. അതിനോട് ചേർന്ന് നടന്നാൽ എന്തൊരു സുഖമാണെന്നോ. ചൂളം കുത്തി തണുത്ത കാറ്റ് ഇരുമ്പിയെത്തുമ്പോൾ ഞാൻ ചെമ്മരിയാടുകളെ ചേർത്ത് പിടിച്ചു നിൽക്കും. രാത്രി തണുപ്പിൻ്റെ കാഠിന്യം കമ്പിളിപ്പുതപ്പിൻ്റെ നാരിഴകൾ കയറി എൻ്റെ ശരീരത്തെ കുത്തി മാന്തുമ്പോൾ ഞാൻ മസ്രയിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെമ്മരിയാടുകളെ കെട്ടിപ്പിടിച്ച് കിടക്കും. ആടുകൾക്കിടയിൽ മറ്റൊരാടായി ഞാൻ ആ തണുപ്പ് കാലം കഴിച്ചുകൂട്ടി. വേണമെങ്കിൽ ഈ ദിവസങ്ങളിലൊന്നിൽ എനിക്ക് ഹക്കീമിനെയും വിളിച്ച് കട്ടിപിടിച്ച കോടമഞ്ഞിൻ്റെ മറവ് പറ്റി എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ മഴ രാത്രിയിലെ അതേ സന്ദേഹം എന്നെ എവിടെയും പോകാനാവാതെ അവിടെ തന്നെ തളച്ചിട്ടു. എങ്ങോട്ട് പോകും എന്ന വലിയ ചോദ്യം. ഈ രാജ്യത്തെ സംബന്ധിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ എവിടെയാണിപ്പോൾ ഉള്ളതെന്ന് പോലും. എങ്ങോട്ട്? കിഴക്കോട്ടോ തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ ഓടിയാലാണ് എനിക്ക് രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്താനാവുക? ഇവിടെ എനിക്ക് ആഹാരമില്ല, വെള്ളവുമില്ല, വസ്ത്രവുമില്ല, കിടക്കാനൊരിടമില്ല, കൂലിയില്ല, ജീവിതമില്ല, സ്വപ്നങ്ങളില്ല, മോഹങ്ങളില്ല. എന്നാൽ ഒന്ന് ബാക്കിയുണ്ട്: ജീവൻ. തൽക്കാലം അത് നിലനിർത്താൻ എനിക്കെങ്ങനെയൊക്കെയോ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ നിന്നോടി അപരിചിതമായ മരുസ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് എനിക്കതുകൂടി നഷ്ടപ്പെട്ടാലോ? പിന്നെ ആ ഓട്ടത്തിന് എന്തർത്ഥം? എല്ലാ തടവറകൾക്കും മതിലുകൾക്കും എന്തൊക്കെയോ സുരക്ഷിതത്വത്തിൻ്റെ ഒരു വലയമുണ്ട്. ആ വലയം മുറിച്ചെറിയാൻ തൽക്കാലം എനിക്ക് മനസ്സ് തോന്നിയില്ല. അനുയോജ്യമായ അവസരം വരുന്നതുവരെ, സുരക്ഷിതമായ ലക്ഷ്യത്തിൽ എത്തിപ്പെടും എന്ന് ഉറപ്പുവരും വരെ കാത്തിരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ ആ തീരുമാനം ശരിയായിരുന്നോ? അറിയില്ല. അത് തീരുമാനിക്കേണ്ടത് ഞാനല്ല. സ്വന്തം വിധിയെപ്പറ്റി നിർവചനങ്ങൾ നടത്തുവാൻ ആർക്ക് കഴിയും? തണുപ്പുകാലമായതോടുകൂടി കൂടുതൽ ചെമ്മരിയാടുകളെ ട്രക്കുകളിൽ മസ്രയിൽ കൊണ്ടുവന്നിറക്കി. ഇനി ചൂട് വരും വരെയുമുള്ള 6 മാസക്കാലത്തേക്ക് അവയുടെ കാലമാണ്. ശരിക്കും ഉയർന്ന മലമടക്കുകളിലെ തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥയിൽ ജീവിക്കാനായാണ് അവയെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ. അവയെ ഈ മരുഭൂമിയിൽ കൊണ്ടു തള്ളുന്നത് തന്നെ അവയോട് ചെയ്യുന്ന പാതകമാണ്. ചൂടുകാലമാവുമ്പോഴേക്കും ഒട്ടുമുക്കാലും എണ്ണത്തിനെയും വിറ്റുതീർക്കുമെങ്കിലും അവശേഷിക്കുന്നവയുടെ കാര്യം കഷ്ടം തന്നെ. ചൂടേറുമ്പോൾ സ്വന്തം ശരീരത്തിലെ ചെമ്മരിപ്പുതുപ്പിനുള്ളിൽ കിടന്ന് അവിഞ്ഞ് അവ പൊള്ളിച്ചാവും. അങ്ങനെ എത്ര എണ്ണത്തിന് ഞാൻ കണ്ടിരിക്കുന്നു. ഒന്നിനെയും അർബാബ് കളയില്ല. വലിച്ചുകൊണ്ട് വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോകും. പിന്നെ അത് ചൂടുള്ള ആടുകറിയായി വല്ല കടകളിലും വിളമ്പുന്നുണ്ടാവും.
ശരിക്കും കോലാടുകളാണ് മരുഭൂമിക്ക് പറ്റിയത്. ഏത് ചൂടും സഹിക്കുവാൻ അവയ്ക്ക് ത്രാണിയുണ്ട്. ചെമ്മരി മുറിച്ചു വിൽക്കുന്നതിലൂടെ കിട്ടുന്ന വലിയ ലാഭം പ്രതീക്ഷിച്ചാവണം അർബാബ് ഈ ആടുകളെ ഇവിടെ കൊണ്ടുവരുന്നത്. മഴ കഴിഞ്ഞതോടെ മസ്ര മുഴുവൻ അളിഞ്ഞു പൊളിഞ്ഞു. അതുവരെ കെട്ടിക്കിടന്ന ആട്ടിൻകാട്ടവും മൂത്രവും കച്ചിയും പോച്ചയും എല്ലാം കൂടി അളിഞ്ഞ ഒരു കെട്ടഗന്ധം. അതെല്ലാം വലിച്ചു മാറ്റി മസ്ര വൃത്തിയാക്കുക എന്നത് എൻ്റെ 3-4 ദിവസത്തെ നടുവൊടിക്കുന്ന പണിയായിരുന്നു. തണുപ്പ് തുടങ്ങിയതോടെ മസ്രയിൽ വിളിക്കാതെ വന്നെത്തിയ അതിഥികളാണ് ഈച്ചകൾ. ചുറ്റോടു ചുറ്റും ഈച്ചകൾ. ഗുബൂസ് കഴിക്കാനിരുന്നാൽ അതിൽ വന്നിരിക്കും 1000 ഈച്ചകൾ. അതിനെ ആട്ടി ഓടിക്കാനായി മാത്രം ഒരു കൈ വിശറി പോലെ മാറ്റിവെക്കണം. മസ്രയിലേക്ക് ചെന്നാൽ കടന്നൽ കൂട്ടിൽ കയറിയതുപോലെ ഈച്ചകളുടെ ഇരമ്പൽ കേൾക്കാം. ഹോ, എന്തൊരു കഷ്ടമാണിത് എന്ന് ഞാൻ ആലോചിക്കും. പിന്നെ അതിനും ജീവിക്കണ്ടേ? അതിനിഷ്ടപ്പെട്ട സ്ഥലം മസ്രയായിരിക്കും. ജീവിക്കട്ടെ എന്ന് സമാധാനിക്കാം. തണുപ്പുകാലം അവസാനിക്കാറായപ്പോഴേക്കും ഒരു ദിവസം ചെമ്മരി ആടുകളുടെ വളർച്ച മുറ്റിയ രോമം കത്രിക്കാൻ ആളുകൾ വന്നു. അവർ 2 പേരുണ്ടായിരുന്നു. 2 സുഡാനികൾ. മുഖം നിറച്ച് പുഞ്ചിരിയുള്ള 2 പേർ. ഏറെക്കാലത്തിനു ശേഷം 2 മനുഷ്യരെ കണ്ട സന്തോഷത്തിൽ ഞാൻ അവർക്ക് ചുറ്റും നായക്കുട്ടിയെപ്പോലെ പറ്റിക്കൂടി. പക്ഷേ അവർക്ക് ഞാൻ പറയുന്നത് അധികമൊന്നും മനസ്സിലായില്ല. അവർ പറയുന്നത് എനിക്കും. ഞാൻ ഓരോന്ന് പറയുമ്പോഴും ഉണ്ടായ മനസ്സിലാകായ്മയെ അവർ വലിയ ചിരി കൊണ്ട് നേരിട്ടു. രോമം കത്രിക്കാനുള്ള ഒരു ഇലക്ട്രിക് മെഷീനും അത് പ്രവർത്തിപ്പിക്കാൻ ഒരു ജനറേറ്ററുമായാണ് അപ്രാവശ്യം അവർ വന്നത്. അത്രയും കാലം കൈക്കത്രികയായിരുന്നത്രേ അവർ ഉപയോഗിച്ചിരുന്നത്. ജനറേറ്റർ മെഷീനും പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയതോടെ അർബാബ് ജിന്നിനെ കണ്ടെന്നതുപോലെ തുള്ളാൻ തുടങ്ങി. ആ മെഷീൻ്റെ കറണ്ട് അടിച്ച് എൻ്റെ ആടുകൾ ചാവുമെന്നായിരുന്നു അർബാബിൻ്റെ ആദ്യത്തെ പേടി. അങ്ങനെയൊന്നും കറണ്ട് അടിക്കുന്ന മെഷീൻ അല്ല അതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആ പാവങ്ങൾക്ക് ഏറെ പണിപ്പെടേണ്ടി വന്നു. ആ മെഷീൻ എടുക്കാവുന്നതിലും അധികം രോമം കത്തിരിച്ചെടുക്കുമെന്നും അങ്ങനെ തൻ്റെ ആടുകൾ വരാൻ പോകുന്ന ചൂടുകാലത്ത് പൊള്ളിച്ചാകുമെന്നും അങ്ങനെ കത്തിരിച്ച ആടുകളെ ആരും ചന്തയിൽ വാങ്ങില്ലെന്നുമായിരുന്നു അർബാബിൻ്റെ രണ്ടാമത്തെ പേടി. എന്നാൽ ഒരു ക്രമത്തിലധികം രോമങ്ങൾ കത്തിരിച്ചു പോകാത്ത വിധത്തിലാണ് ആ മെഷീൻ സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് അവർ ഒരാടിൽ പരീക്ഷണം നടത്തി കാണിച്ച ശേഷമാണ് അർബാബ് അർത്ഥ മനസ്സോടെയെങ്കിലും പണി തുടരാൻ സമ്മതിച്ചത്. എന്നിട്ടും അവർ പോകുന്നത് വരെയും അർബാബ് ഓരോരോ പരാതികൾ പറഞ്ഞുകൂട്ടി. അങ്ങനെ ഒരു മെഷീൻ ഉപയോഗിക്കുന്നതിലുള്ള അതൃപ്തി പ്രകടമാക്കിക്കൊണ്ടേയിരുന്നു. രോമം കത്തിരിക്കാൻ പാകത്തിൽ ആടുകളെ പിടിച്ചു കെട്ടുക എൻ്റെ പണിയായിരുന്നു. ബാക്കിയെല്ലാം ചെയ്തു തീർത്തിട്ട് വേണമായിരുന്നു അതിന് ചെല്ലാൻ. വരി മുറിക്കാൻ മുട്ടൻകുട്ടികളെ പിടിക്കുന്നത് പോലെ ആടുകളുടെ കഴുത്ത് മുട്ടിനിടയിലാക്കി നിർത്തിക്കൊടുക്കണം. അവർ കത്രിക്കും. 1-2 മിനിറ്റ് വേണ്ടൂ ഒരെണ്ണത്തിനെ കത്രിച്ചു തീരാൻ. പക്ഷേ 2 ദിവസം കൊണ്ട് 10-600 എണ്ണത്തിനെ കത്രിക്കാൻ പിടിച്ചു കൊടുക്കുക എന്നത് എൻ്റെ നടുവൊടിക്കുന്ന പണിയായിരുന്നു. വാലിൻ്റെ അറ്റത്ത് മാത്രം ഇത്തിരി രോമം വെച്ചിട്ട് ബാക്കിയെല്ലാം മെഷീൻ കോതിയെടുക്കും. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ രോമം കത്രിക്കൽ രീതി. ആ വാലിലെ രോമം ഈച്ചകളെ ഓടിക്കാൻ ഞങ്ങൾ ആടുകൾക്ക് കൊടുക്കുന്ന സൗജന്യമാണ്. വെളുത്ത ചിരിയോടെ സുഡാനി പറഞ്ഞു. 2-ാം ദിവസം ഉച്ച തിരിഞ്ഞതോടെ ആടുകളെയെല്ലാം മുടിവെട്ടി കുട്ടപ്പന്മാരും കുട്ടപ്പികളുമാക്കി. വൈകുന്നേരമായപ്പോഴേക്കും രോമങ്ങളെല്ലാം ചാക്കിൽ വാരിക്കെട്ടി പിക്കപ്പിലാക്കി അവർ മടങ്ങി. അവർ പോയി കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ദുഃഖം എന്നെ വന്നു പൊതിഞ്ഞു. അതുവരെ 2 മനുഷ്യരുടെ ഗന്ധം ഞാൻ ശരിക്കും അനുഭവിക്കുകയായിരുന്നു. ഇനി ഞാനും ആടുകളും മാത്രം ബാക്കി. എനിക്ക് മഴ പോലെ സങ്കടം വന്നു. മനുഷ്യൻ അവൻ്റെ സർവ്വ കുസ്ഥിത പ്രവൃത്തികൾ കൊണ്ടും ശ്രമിച്ചാലും ഈ ഭൂമിയിൽ നിന്നും ജീവൻ്റെ തുടിപ്പുകൾ തുടച്ചു നീക്കുവാൻ ഒരിക്കലും സാധ്യമാവില്ല എന്ന് ചിന്തിച്ച ഒരു കാലം കൂടിയാണത്. കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ഈ ഭൂമി ചുട്ടു പഴുത്തു കിടക്കുകയായിരുന്നു. കത്തിപ്പഴുത്ത മണൽ തരികളല്ലാതെ മറ്റൊരു ജീവൻ്റെ കണിക പോലും ഈ ഭൂപരപ്പിന് മേലെ കാണാനില്ലായിരുന്നു. ചൂടുകാലം അവസാനിച്ച് കുളിർക്കാറ്റ് വീശാൻ തുടങ്ങിയതോടെ വരണ്ട മണ്ണിനു മേലെ ഒരു പച്ച വിരിപ്പ് പൊന്തി വന്നു. വളരെ പെട്ടെന്നായിരുന്നു അത്. മഴ കഴിഞ്ഞ് ഒരു 2 ദിവസത്തിനകം ജീവിതത്തിൻ്റെ എല്ലാ സുഗന്ധവും ഈ ഭൂമിക്കടിയിൽ ഉയർത്തെഴുന്നേൽക്കാൻ കാതോർത്ത് കിടക്കുകയായിരുന്നു എന്ന് തോന്നും ആ വരവ് കണ്ടാൽ. കള്ളിമുൾ ചെടികൾ, മണ്ണിൽ പടർന്നു കിടക്കുന്ന ചെടികൾ, പാറക്കല്ലുകൾക്ക് മീതെ പായലുകൾ, ചില നാണം കുണുങ്ങി ചെടികൾ, ചില മഷിത്തണ്ടുകൾ, ആകാശത്തിൻ്റെ അതിരുകളിലൂടെ സന്തോഷത്തിലേക്ക് നീളൻ ചിറകു വിരിച്ചു പറക്കുന്ന പറവക്കൂട്ടങ്ങൾ, ചൂളമടിച്ചു നീങ്ങുന്ന കുരുകിൽ പക്ഷികൾ, ചിലച്ചു നീങ്ങുന്ന പച്ചപ്പനം തത്തകൾ, ഇളം കുറുകുകളോടെ പിറുപിറുക്കുന്ന ഇണപ്രാവുകൾ. എവിടെ നിന്നാണ് ഇവ വരുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും സ്വന്തം ജീവനെ അടക്കി പിടിച്ച് ആ സസ്യജാലങ്ങൾ ഈ മരുഭൂമിയുടെ ചൂടിനെയും തീക്കാറ്റിനെയും സഹിക്കുകയായിരുന്നു എന്ന ഓർമ്മ എന്നിൽ വല്ലാത്തൊരു കുളിർ കോരി നിറച്ചു. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആ ചെറു ചെടികൾ വളർന്ന് വലുതാവുന്നതും പൂവിടുന്നതും കായ്ക്കുന്നതും നാളേക്ക് വേണ്ടി ജീവനെ ഭൂമിയുടെ ഗർഭത്തിൽ
ഒളിപ്പിക്കുന്നതും ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. എനിക്ക് അവയോട് എന്തിഷ്ടം തോന്നിയെന്നോ ഞാൻ അവയുടെ അരികിൽ ചെന്നിരുന്ന് അവയോട് വർത്തമാനം പറഞ്ഞു. അവയുടെ സങ്കടം കേൾക്കുകയും അവരോട് സങ്കടങ്ങൾ പറയുകയും ചെയ്തു. ആ ചെടികൾ എനിക്ക് പറഞ്ഞു തന്നത് ജീവിതത്തിൻ്റെ വലിയ പ്രതീക്ഷയുടെ പാഠങ്ങളാണ്. അവ എന്നോട് രഹസ്യത്തിൽ പറഞ്ഞു, നജീബേ, മരുഭൂമിയുടെ ദത്തുപുത്ര, ഞങ്ങളെപ്പോലെ നീയും നിന്റെ ജീവനെ അടുക്കി പിടിച്ച് ഈ മരുഭൂമിയോട് മല്ലിടുക. തീക്കാറ്റും വെയിൽ നാളവും നിന്നെ കടന്നുപോകും. നീ അവയ്ക്ക് മുന്നിൽ കീഴടങ്ങരുത്, തളരുകയും അരുത്. നിന്റെ ജീവനെ അത് ചോദിക്കും, വിട്ടുകൊടുക്കരുത്. പകുതി മരിച്ചവനെ പോലെ ധ്യാനിച്ചു കിടക്കുക, ശൂന്യത പോലെ നടിക്കുക. നീ ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കില്ലെന്ന് തോന്നിപ്പിക്കുക. കരുണാമയനായ അള്ളാഹുവിനെ മാത്രം രഹസ്യത്തിൽ വിളിക്കുക. അവൻ നിന്റെ സാന്നിധ്യം അറിയും. അവൻ നിന്റെ നിലവിളി കേൾക്കും. നജീബേ, ഒടുവിൽ നിനക്ക് വേണ്ടി ഒരു കാലം വരും. ഈ തീക്കാറ്റ് മായും, ഈ ചൂട് ഇല്ലാതെയാവും. കാലത്തിൻ്റെ കുളിർക്കാറ്റ് നിന്നെ ഭൂമിക്കടിയിൽ നിന്നും തൂണ്ടി വിളിക്കും. അപ്പോൾ മാത്രം നീ നിന്റെ ജീവന്റെ തല പതിയെ ഉയർത്തുക, ഭൂമിയിൽ നിന്റെ സാന്നിധ്യം അറിയുക. പിന്നെ ഒറ്റ നിമിഷം കൊണ്ട് രക്ഷപ്പെടലിലേക്ക് കുതിക്കുക. നാളത്തേക്ക് പൂവിടുകയും കായ്ക്കുകയും ചെയ്യുക. ചെടിക്കുഞ്ഞുങ്ങളുടെ വാക്കുകൾക്ക് ഞാൻ ചെവി കൊടുത്തു. ഞാൻ എൻ്റെ അനുകൂല കാലത്തിനു വേണ്ടി ക്ഷമാപൂർവം കാത്തിരുന്നു.